So friends, നമ്മൾ BDF ഉണ്ടാക്കാനായിട്ടുള്ള ഇറച്ചി വേവിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന 1/2 കിലോ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഈ ഇറച്ചി നമ്മൾ തിരുമ്മിയാണ് വെക്കുന്നത്. ഈ ഇറച്ചിയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്കൊരു ആവശ്യത്തിന് ഉപ്പ്, ഇറച്ചി വേവിക്കുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുള്ളൂ, ഉപ്പിട്ട് വേണം വേവിക്കാനായിട്ട്. ഈ സമയത്താണ് ഇറച്ചിയിലേക്ക് ഉപ്പ് നല്ലോണം കയറി പിടിക്കുക. ഉപ്പും ബാക്കിയുള്ള ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ കയറി പിടിക്കുക. ഞാനിപ്പോൾ ഇതൊരു 1 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക്. 1/2 കിലോ അല്ലേ, അതുകൊണ്ട് അധികമൊന്നും വേണ്ട. ഇത് നല്ലോണം തിരുമ്മി കൊടുക്കാം നമുക്ക്. ഇതിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇറച്ചിയിൽ നിന്ന് തന്നെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വരും. ഇപ്പം ഞാൻ എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കണാണ്, ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം നല്ല രീതിക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിതിപ്പോൾ വേവിക്കാൻ പോണ ഒരു 4 വിസിൽ ഒരു 15-20 മിനിറ്റ് നേരം മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യണത്. നമുക്കിത് വേവിക്കാം. നമ്മളിവിടെ വേവിക്കാൻ വെച്ച ഇറച്ചിയുടെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇറച്ചി വെന്തോ ഇല്ലയോ എന്ന് നോക്കാം. ഈ ഒരു വേവിലാണ് നമുക്ക് ഇറച്ചി വേണ്ടത്. പിന്നീട് നമ്മളിത് വറുക്കാൻ പോവാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ബീഫ് ഡ്രൈ ഫ്രൈൻ്റെ മാരിനേഷൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അടുത്തത് നമുക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചത് ഡ്രൈ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിയർലി ഒരു 4 വറ്റൽമുളകോളം ഉണ്ട്. അടുത്തത് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ എല്ലാവർക്കും അറിയാം, നല്ല കളറുള്ള ഒരു മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം നമുക്ക്. അടുത്ത നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നിയർലി ഒരു 1 ടീസ്പൂണാണ് ഇടുന്നത് ഗരം മസാല. അടുത്ത നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺ സ്റ്റാർച്ച് ഉണ്ട്, കോൺഫ്ലവർ ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് 1 നാരങ്ങയുടെ നീരിട്ട് കൊടുക്കാം. പിന്നെ അത്യാവശ്യം പുളി വേണം. നാരങ്ങയുടെ പുളിയാണ്, നാരങ്ങ നീരിൻ്റെ ആ ഒരു പുളി ഉണ്ടല്ലോ, അതാണ് BDF ബീഫ് ഡ്രൈ ഫ്രൈയുടെ ഒരു ഫ്ലേവർ തന്നെ. നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ നാരങ്ങ നീര് കൂട്ടിയാണല്ലോ കഴിക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലംസ് ആയിട്ട് ഉണ്ടാവും, നമുക്ക് എന്നാലും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഊറ്റി അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചേക്കാണ്, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിക്ക് മിക്സ് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പൊ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് എങ്ങനെയാണ്, വേണോ വേണ്ടിയോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ഇടുക. എനിക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് വീണ്ടും ഞാൻ ഇടുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പിടുക. നിങ്ങൾ വേവിക്കാൻ സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഉപ്പ് വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇടുക. നമുക്കിതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത് നല്ലൊരു കോട്ടിങ് കൺസിസ്റ്റൻസിലായിരിക്കണം. അതായത് ഈ നമ്മളെ ഉണ്ടാക്കിയ മാരിനേഷൻ ഇല്ല, അത് അധികം ഡ്രൈ ആകാനും പാടില്ല, അധികം സോഫ്റ്റ് വെള്ളം പോലെ ആകാനും പാടില്ല. അപ്പം അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ഡാർക്ക് സോയാണ്, ഞാൻ അതുകൊണ്ട് 1 ടീസ്പൂൺ ഫുൾ ഇടണല്ലോ, കുറച്ച് ഇടണുള്ളൂ. നിങ്ങളിൽ ലൈറ്റ് സോയ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റെഗുലർ സോയ ഒക്കെ ആണെങ്കിൽ 1 ടീസ്പൂണോളം ഇട്ടോളൂ. നമ്മൾ ഈ മാരിനേഷനിൽ ഇട്ട് വെച്ചേക്കണ ഇറച്ചി നമുക്കൊരു മിനിമം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കുക. എന്നിട്ടാണ് നമ്മൾ വറുക്കാൻ പോണത്. നമ്മുടെ പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് കുറേ എണ്ണ വേണ്ടി വരും. ഇതിനൊരു 2-3 മിനിറ്റ് നല്ല രീതിക്ക് എണ്ണ ചൂടാവണം. എന്നാൽ അധികം ചൂടാനും പാടില്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു മീഡിയം ഹീറ്റിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. ബട്ട് എണ്ണ ചൂടാവണം. നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിരുന്നു. നമുക്കിനി ഓരോ പീസായിട്ട് നമ്മൾ എടുത്ത് വെച്ചൊന്ന് ഇറച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ നമ്മുടെ മാരിനേഷൻ ഇട്ട് വെച്ച ഇറച്ചി നിയർലി ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യിച്ചിട്ടാണ് ഞാൻ എൻ്റെ അകത്ത് കിട്ടുന്നത്. റെസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രീതിക്ക്, മാരിനേഷൻ ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. നമുക്കിനി ഓരോ സ്ലൈസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇറച്ചി ഇപ്പൊ എണ്ണയിലിട്ടിരുന്ന് നല്ല രീതിക്ക് വറുത്തോണ്ടിരിക്കുകയാണ്. എന്ത് സാധനം വറുക്കുമ്പോൾ ഏകദേശം ഒരു മീഡിയം ഹീറ്റിൽ വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനം വറുക്കുമ്പോൾ ഒരു ടെക്സ്ചർ ഉണ്ടാകും. ആ ടെക്സ്ചർ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമേ എണ്ണയിലേക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിടുക. ആദ്യം ഇടുമ്പോൾ അത് കഴിഞ്ഞിട്ട് ചൂടൊന്ന് പയ്യെ കുറക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാംസമൊക്കെ ആണെങ്കിൽ മാംസത്തിൻ്റെ ഉള്ളിൽ വേകാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് അധികം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആട്ടിക്കൊടുക്കുക. വേറെ ഒന്നല്ല, മേളിലൊക്കെ ആകാതുണ്ടെങ്കിൽ അതൊന്ന് എല്ലാം ഒന്ന് ഈവനായിട്ട് ആകാൻ വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാരിനേഷനിൽ കളറൊക്കെ ഇടാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വീട്ടിലേക്ക് ചെയ്യണല്ലേ, നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ പോരെ, കളറിനൊക്കെ ആവശ്യമുണ്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. ആ വറുത്തതിൻ്റെ ആ ഗാർലിക്കിനൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ മീറ്റ് നല്ല ക്രിസ്പി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് സ്പൂണിൽ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ശബ്ദമൊക്കെ കേൾക്കാനുണ്ട്. ഇതിപ്പോ ഞാൻ ഏകദേശം ഒരു 4 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. മീഡിയം ഹീറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇത് കുക്ക് ചെയ്യണത്. നമ്മുടെ BDF റെഡി ആയിക്കാണ് ഫ്രണ്ട്സ്. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാ BDF ഉണ്ടാക്കാനായിട്ട്. ഇറച്ചി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതൊരു പേപ്പറിലേക്ക് മാറ്റാം. നമുക്കിതൊരു പ്ലേറ്റിൽ പേപ്പർ ഇട്ടിട്ട് എണ്ണ വറ്റാൻ വേണ്ടി മാറ്റാം. നമുക്കത് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി വറുത്ത് കോരി എൻ്റെ മേളിലിട്ട് കൊടുത്തു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ BDF ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുകളാണ്.